എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെന്ന സ്റ്റിക്കർ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കറാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു 5 ഐഡിയാസ് കാണിക്കുന്നുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസൈന് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. പ്രിൻ്റ് എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയെങ്കിൽ വരച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് ട്രേസ് ചെയ്താലും മതി. അപ്പോൾ ഇനി സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ സ്റ്റിക്കേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം നമുക്ക് ഇവിടെ പാല് കിട്ടുന്ന ആ ഒരു ബോട്ടിലിൻ്റെ മേലെയുള്ള സ്റ്റിക്കറാണ്. അപ്പോൾ ഇത് മേലെ ഗ്ലേസിങ്ങും അതുപോലെ അതായത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റിക്കറാണിത്. ഇതിൻ്റെ താഴെ ഗ്ലൂ ഉണ്ട്, അതുപോലെ മേലെ ഗ്ലേസിംഗ് ആണ്. അപ്പോൾ വെള്ളം വീണാലൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇതാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിക്കർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി. ഈ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലിൻ്റെ മേലെ അല്ലെങ്കിൽ ഓയിലൊക്കെ മേടിക്കുമ്പം ഓയിലിൻ്റെ ബോട്ടിലിൻ്റെ മേലെയൊക്കെ ഈ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കിച്ചണിൽ പോയി ഒന്ന് കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉറപ്പായിട്ടും കിട്ടും. എന്തെങ്കിലും ഒരു സ്റ്റിക്കറെങ്കിലും കിട്ടുന്ന ഉറപ്പാണ്. അപ്പം അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒട്ടിക്കാനൊരു സ്റ്റിക്കർ പേപ്പർ വേണ്ടേ? അപ്പോൾ ആ ഒരു സ്റ്റിക്കർ പേപ്പറിന് പകരം ഞാൻ എടുക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവറില്ലേ, എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ മതി. ഞാനിപ്പോൾ ഇവിടെ ഡയപ്പറിൻ്റെ ആ ഒരു കവർ ഓപ്പൺ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പം എടുത്ത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാനിപ്പം അങ്ങനത്തെ ഒരു കവർ എടുത്തിട്ട് ഈ ഒരു സ്റ്റിക്കർ ഇതിൻ്റെ മേലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം കണ്ടോ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇനി നമ്മളിത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. നമുക്ക് നേരത്തെ കാണിച്ച ഡിസൈനില്ലേ, ആ ഒരു ഡിസൈനിൻ്റെ ഒരു ഷേപ്പിൽ അത്രയും സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ ഞാൻ ഈ ഒരു സ്റ്റിക്കറിൻ്റെ മേലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. സിമ്പിൾ ഡിസൈനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഡിസൈൻ നമ്മൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെ മേലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ടർ യൂസ് ചെയ്തിട്ട് പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈന് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ടൗട്ട് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഡിസൈൻ അവിടെ വെച്ചിട്ട് ഉള്ളിലത്തെ ഭാഗങ്ങളാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ പേപ്പർ കട്ടറാണ്. കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സേഫ് ആയിട്ടുള്ള പേപ്പർ കട്ടറാണ്. അപ്പം ഉറപ്പായിട്ടും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യുകയാണ്, ആ ഒരു ബാക്കിൽ ഒട്ടിച്ച അതിൽ നിന്ന്. അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തത്, ഞാൻ ആ കട്ട് ചെയ്തത് അതായത് നമ്മൾ മൊത്തമായിട്ട് ആ ഒരു സ്റ്റിക്കർ ആ റെക്റ്റാങ്കിൾ കട്ട് ചെയ്യില്ലേ, അത് ആ ഒരു ഡിസൈൻ്റെ അടുപ്പിച്ചായിപ്പോയി. അപ്പോൾ അത് കുറച്ച് അവിടെ കട്ടായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ സ്പേസ് കുറച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഇളക്കിയെടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഹെന്ന ഫില്ല് ചെയ്ത് കൊടുക്കുക. ഹെന്ന ഫില്ല് ചെയ്തതിന് ശേഷം അതൊന്ന് കുറച്ച് സമയം ഹെന്ന ഒന്ന് ഡ്രൈ ആവാൻ വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്.
ഞാനിപ്പോൾ ഇത് പെട്ടെന്നാണ് എല്ലാം ചെയ്തത്. അപ്പം അപ്ലൈ ചെയ്ത് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞാനിത് ഇളക്കിയെടുത്തു. എനിവേസ് കുളമായിട്ടൊന്നുമില്ല. അപ്പം ഇതാണ് ആ ഒരു സ്റ്റിക്കറിൻ്റെ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി എടുത്തിട്ട് ഇതുപോലെ ആ സ്റ്റിക്കർ പേപ്പറിൽ, അതായത് കവറിൻ്റെ മേലെ ഇങ്ങനെ വെച്ചാൽ മതി. കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ കഴുകി വൃത്തിയാക്കിയാൽ മതി. ഞാനിപ്പോൾ തുടച്ചെടുത്തത് കൊണ്ടാണ് ഇത്ര വൃത്തിയില്ലാണ്ടിരിക്കുന്നത്. കഴുകിയതിന് ശേഷം അത് വീണ്ടും ഒട്ടിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യാൻ എടുക്കാം. ഇനി നമുക്ക് ബാക്കി മെത്തേഡ്സും കൂടെ നോക്കാം. ഇനി സെക്കൻഡ് ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പേപ്പറിൽ പ്രിൻ്റ് എടുത്ത ആ ഒരു സംഭവമില്ലേ, ആ ഒരു പ്രിൻ്റില്ലേ, അതിൻ്റെ മേലെ ഞാൻ യൂസ് ചെയ്യുന്നത് സെല്ലോ ടേപ്പാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുറച്ച് വീതിയുള്ള ആ ഒരു സെല്ലോ ടേപ്പ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഹോം മെയ്ഡ് സെല്ലോ ടേപ്പ് ആയാലും മതി. അതും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു സെല്ലോ ടേപ്പ് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഒട്ടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗ്ലേസിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഹെന്ന ആയിക്കഴിഞ്ഞാലും നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഹോം മെയ്ഡ് സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഇങ്ങനെ ഇളക്കി എടുക്കുമ്പം നമുക്ക് നല്ല അടിപൊളി സ്റ്റിക്കർ റെഡിയായി കിട്ടും. ഇനി നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത പോലെ നമ്മൾ ഇതിനെ ഒരു സ്റ്റിക്കർ പേപ്പറിലേക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, അതായത് ഒരു കവറിലേക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ആ എക്സസ് വരുന്ന ആ ഒരു സെല്ലോ ടേപ്പ് അടക്കം ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഇനി ഈ ഡിസൈനിനെ, അതായത് ആ വൈറ്റ് കളറിലുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഈ പുറത്തുള്ള സെല്ലോ ടേപ്പിനെ കുറച്ച് വൃത്തിയിൽ കട്ട് ചെയ്ത് എടുക്കുക, അതായത് ലെവൽ ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കയ്യിൽ ഒട്ടിക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ സൈഡിലൊക്കെ സെല്ലോ ടേപ്പ് ഉള്ളതുകൊണ്ട് ആ സെല്ലോ ടേപ്പ് നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. ഇനി നമുക്ക് തേർഡ് ഐഡിയ നോക്കാം. അപ്പോൾ തേർഡ് ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ആ ഒരു ഡിസൈനിൽ, ആ ഒരു പേപ്പറിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫെവിക്കോൾ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ സാധാരണ ഗ്ലൂ എടുത്തിട്ട് ബാക്കിൽ ഈ ഒരു പേപ്പറിന് മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ തന്നെ, അതായത് ഹെന്ന സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ തന്നെ ഉള്ളത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഡിസൈൻ കട്ടൗട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു വൈറ്റാണ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടത്. ഇനി നമുക്ക് ഫോർത്ത് ഐഡിയ നോക്കാം. അപ്പോൾ ഫോർത്ത് ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഉള്ള ഒരു കവറാണ് എടുക്കുന്നത്. അപ്പോൾ കവർ എടുക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴുകിയിട്ട് നമുക്ക് പിന്നെയും ഉപയോഗിക്കാം. അപ്പം ഈ ഒരു കവർ എടുത്തിട്ട് നമ്മൾ ആവശ്യമുള്ള ഡിസൈന് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് എൻ്റെ കൈയുടെ അളവിൽ തന്നെയാണ് വരച്ച് എടുത്തിട്ടുള്ളത്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഹെന്ന സ്റ്റെൻസിൽ ഡിസൈൻസ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഡിസൈൻസ് കിട്ടും. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ പ്രിൻ്റ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വരച്ചെടുക്കാം. സിമ്പിളായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ഈ ഒരു വരച്ചെടുത്ത ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞു ഭാഗം മാത്രമേ കട്ട് ചെയ്ത് കാണിച്ച് തരുന്നുള്ളൂ. ഇനി നമ്മൾ ആ എക്സസ് ആയിട്ടുള്ള കവറൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കൈയുടെ ആ ഒരു ഷേപ്പിലേക്ക് നമ്മൾ ഈ ഒരു പേപ്പർ കട്ട് ചെയ്ത് എടുക്കുക.
അപ്പോൾ ഈ ഡാർക്ക് ബ്ലാക്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് കട്ട് ഔട്ട് ചെയ്തെടുക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ ഹെന്ന വരിക, നമ്മൾ ഹെന്ന ഇടുമ്പം. അപ്പോൾ നമ്മൾ ഒരു കട്ടർ വെച്ചിട്ട് ഇത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ ഇത് നമ്മുടെ കയ്യിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡബിൾ സൈഡ് ടേപ്പാണ്. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ആകുമ്പോൾ 2 സൈഡിലും ഗ്ലൂ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 3-4 പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ കൈ ടച്ച് ചെയ്യുന്ന, കൈയും പേപ്പറും ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുക. അതായത് ബാക്കി സ്ഥലത്ത് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഡിസൈൻ കട്ട് ചെയ്തെടുത്ത സ്ഥലത്ത്, അവിടെ അല്ലാതെ നമ്മുടെ ബോഡിയിൽ എവിടെയാണോ ഈ സ്റ്റിക്കർ ടച്ച് ചെയ്യുക അവിടെയൊക്കെ കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാം ഫുള്ളായിട്ടൊന്നും ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ഭദ്രമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള അത്രയും ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് 4ാമത്തെ സ്റ്റിക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ആ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ആ പുറത്തെ സ്റ്റിക്കർ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് ഡിസൈന് ഹെന്ന ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി 5ാമത്തെ മെത്തേഡിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് നമ്മൾ ചെറിയ ഡിസൈൻസൊക്കെ ചെയ്യില്ലേ, നമ്മളെ കയ്യിൽ വിരലിലൊക്കെ ചെയ്യുന്ന ഡിസൈൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ബുക്കിൻ്റെ ലേബിളാണ്. അപ്പോൾ അങ്ങനത്തെ ലേബിൾസൊക്കെ വാങ്ങി വെച്ചതുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് ഹെന്ന സ്റ്റിക്കർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ലേബിളിൻ്റെ മേലെയും ഇതുപോലെ അത്ര വെള്ളം തട്ടുന്ന രീതിയിലുള്ളതായിരിക്കില്ല. അപ്പം അത് തന്നെ നമുക്ക് അതിൻ്റെ മേലെ ഡിസൈന് പ്രിൻറ്റ് ചെയ്തിട്ട് നമുക്ക് കട്ട് ഔട്ട് ചെയ്ത് എടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെന്ന സ്റ്റിക്കർ കിട്ടും. അപ്പോൾ ഇതാണ് 5 ഐഡിയാസ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റീയൂസബിൾ ആണ്. അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഐഡിയ യൂട്യൂബിൽ തന്നെ ഫസ്റ്റാണ്. അപ്പം പറ്റുന്ന അത്രയും ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.